ആർദ്ര കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ മണി എന്തിയ മാധവ. പലതവണ നോം പറഞ്ഞിട്ടുണ്ട് മണി എടുത്ത് കളിക്കരുത്, കളിക്കാൻ പറ്റിയ സാധനമല്ല. നിനക്ക് വേണ്ടിയുള്ള കുക്കുമ്പറൊക്കെ ഞാൻ വാങ്ങി തരുന്നുണ്ടല്ലോ. എന്താ മാധവ കാണിക്കുന്നേ? മണിങ്ങി കൊണ്ടുപോവാ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ. അതെ, അതുപോലെ നെഞ്ഞി കൊണ്ടുപോവാ. കിലുക്കി കിലുക്കി. മാധവ മണിയുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ, മണി കാണുന്നില്ല. കളിക്കാതെ മണിതാ മാധവ. മാധവ കളിക്കാതെ മണിതാ മാധവ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശപിക്കും. ഏയ് ആരാ നീ? നിനക്ക് എന്താ വേണ്ടേ? ബിസിനസ് ക്ലാസ്. ഓ, ഞാനിന്ന് നിന്നെ ബിസിനസ് ക്ലാസ്സിലോട്ട് പറഞ്ഞു വിടാം. കമോൺ, വാച്ച് മൈ റീൽ. നമുക്കൊരു ക്ലിപ്പ് കണ്ടിട്ട് വരാം. ഓക്കെ, കമോൺ. സുനീത, അനിത, സുനീത, സുധിയേട്ടാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് വരാ. ഞാൻ എത്തിയിട്ട് എവിടെയാ? ഞാൻ എത്തി കേട്ടോ ഇവിടെ. അതിന് പറഞ്ഞാണ് ഞാൻ എത്തി കേട്ടോ എവിടെയാ. ഇത് ഏത് ലാംഗ്വേജ് ആണ്? ഇത് ഏത് ഏലിയനാണ് ഇതൊന്ന് സംസാരിക്കുന്ന? എത്തി കേട്ടോ എവിടെയാ? ഇത് പാട്ടുണ്ടാക്കുന്ന കമ്പോസ് ചെയ്ത അതിനകത്തിരുന്ന്. ആ എക്സ്പ്രഷൻ ഒന്നും ഇവനെ കോച്ചി പിടിച്ചാ അതോ ജന്നി വന്നത്? ഇവന് എന്തടി? സോറി, ഇവൻ എന്താടാ? രണ്ട് കറക്റ്റ് ആണ്. ഇവിടെ ഈ ട്രാൻസ്ഫോമർ കളിയാക്കും. സോറി, ഇതിന്റെ പേരെന്തായിരുന്നു? ഒപ്റ്റിമസ് പ്രൈമ അല്ല, ജാൻമണി. അപ്പൊ ഈ ജാൻമണി ഇവിടെ കളിയാക്കുന്നതെന്ന് പറയുമ്പോൾ രേണു സുധി എന്ന് പറഞ്ഞ ഒരു കൊച്ചിനെയാണ്. സോറി, രേണു സുധി എന്ന് പറഞ്ഞ തള്ളേനെയാണ്. കാരണം ഞാൻ അവരെ സപ്പോർട്ടും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ അവരെ ഹേറ്റും ചെയ്യുന്നില്ല. അവർ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വലിയൊരു റിയാലിറ്റി ഷോയിലോട്ട് കയറുമ്പോൾ അവർ അവരുടെ സന്തോഷം തന്റെ മരിച്ചുപോയ ഭർത്താവായിട്ട് പങ്കുവെച്ചുകൊണ്ട് കയറുന്നു. കണ്ടോ, ഈ രേണു സുധി എന്ന് പറഞ്ഞ ഈ ഒരു സഹോദരി തന്റെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ ഒരു വലിയൊരു റിയാലിറ്റി ഷോയിലോട്ട് എൻ്റർ ചെയ്യുമ്പോൾ വളരെ സ്നേഹപൂർവ്വം ഒരു മെസ്സേജ് കൊടുത്തിട്ടാണ് കയറുന്നത്. പക്ഷെ ഈ സാധനം എന്തോന്ന് ഉണ്ടാക്കാനാണ്, എന്തോ പൂ പറിക്കാനാണ് ഈ കൊച്ചിനെ കളിയാക്കുന്നതെന്ന് എനിക്കറിയാം. സോറി, കൊച്ചല്ല, തള്ള. ഈ തള്ളനെ കളിയാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ.